ഈ ഹദീസിനും ഒരു പശ്ചാത്തലം പറയപ്പെടുന്നു. നബി തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് ഈ ഹിജ്റയുടെ പ്രയോഗം ഇതിൽ വന്നിട്ടുണ്ട്. ആ ഹിജ്റ പോകുമ്പോൾ ഏതായാലും മക്ക നാടും പുഴക്കെ ഒഴിവാക്കി പോവുകയാണല്ലോ. അതിൽ ഒരാൾ, ഇതിൻ്റെ പേര് റിപ്പോർട്ടിൽ എവിടെയും വരുന്നില്ല, ഒരാൾ എന്നേ പറയുന്നുള്ളൂ. അത് പൂർണ്ണമായും സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നതൊക്കെ പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ കാണുന്നുമുണ്ട്. എന്താണെങ്കിലും ഒരാൾ, അദ്ദേഹം അവിടെ സ്ത്രീയോട് വിവാഹ അഭ്യർത്ഥന നിർവഹിച്ചിരുന്നു. അപ്പം അവർ ഹിജ്റ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു, വിവാഹം കഴിക്കണമെങ്കിൽ നീയും ഹിജ്റ പോകണം, എന്നാലേ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമുള്ളൂ. എന്നാൽ ശരി, ഞാനും ഹിജ്റ പോരാം. അങ്ങനെ അദ്ദേഹം ഹിജ്റ പോയി. അപ്പം അതാണ് ഈ ഹദീസ് പറയാനുള്ള ഒരു കാരണം എന്ന് മിക്കവാറും വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. ആ ആളാരാണ് എന്താണെന്നൊന്നും വ്യക്തമായ ഹദീസ് എവിടെയും ഇങ്ങനെ അതല്ല പേര് റിപ്പോർട്ടിൽ എവിടെയും വന്നിട്ടില്ല. ആ സ്ത്രീയുടെ പേര് പിന്നെയും വന്നിട്ടുണ്ട്.